പ്രകാശ ഇവക്കാകെ മാറിയാ നിൽക്കുവാണെന്നാ തോന്നുന്നത്. നിന്റെ തലമുണ്ട അടിച്ചു പൊളിക്കും അവള്. എന്താ എന്താ ഇവിടെ? അതെ, മോള് കാട്ടിക്കൂട്ടുന്നൊന്നും അച്ഛനമ്മേ കാണുന്നില്ലല്ലോ. ഇത് കണ്ടവന്റെ വീടാ, അല്ലാതെ ഇവളെ കെട്ടിയവന് ഇഷ്ടദാനം കിട്ടിയൊന്നുമല്ല. മോള് എന്ത് ചെറ്റതരം കാണിച്ചാലും തന്തയും തലേ സപ്പോർട്ട് ചെയ്യല്ലോ. വാടക വീട്ടിൽ കയറി വലിയ അധികാരം കാണിക്കാൻ നിന്നാലുണ്ടല്ലോ, അവര് വന്ന് അകത്ത് കിടക്കുന്ന പടുകളവി അടക്കം പിടിച്ച് പുറത്തെറിയും. മനോജ് ഈ മുറി പൂട്ടി പോയപ്പോ നിന്റെ ഈ രോഷമൊന്നും കണ്ടില്ലായിരുന്നല്ലോ. അന്നെന്താ ഇത് സ്വന്തം വീടായിരുന്നോ? കണ്ടവന്റെ വാടക വീട്ടിൽ പൂട്ടിട്ടപ്പോ തോന്നാത്ത ഉത്തരവാദിത്വ ബോധം ഒന്നും എന്റെ മോന് ഇപ്പൊ തോന്നണ്ട. അച്ഛനും കൂടി ഇവള് കാണിക്കുന്ന തോന്നിവാസത്തിന് കൂട്ടി നിൽക്കരുത്. വസന്തേ, വസന്ത തന്നെയാ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ഈ വീട്ടിലെ മൂത്ത മോളാ. എനിക്കും ചില അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മ പഴയതൊക്കെ അങ്ങ് മറന്നുപോയോ? ഇവരുടെ ജാതകദോഷം കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നവരല്ലേ നിങ്ങൾ? ഓ, ഈ മൂദേവി കുടിപ്പിച്ച കണ്ണിന് കയ്യും കണക്കുണ്ടോ? ഇവളെ ഈ വീട്ടിൽ നിന്ന് ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടതിന് ശേഷമാ സത്യം പറഞ്ഞ ഇവിടെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വന്നു തുടങ്ങിയത്. പിന്നെയും വലിഞ്ഞു കയറി വന്നിരിക്കും അവള്. എന്താ വന്നെ പ്രശ്നം? ഇവിടെ ഉണ്ടായിരുന്നോ? ആര് കേട്ടാലും വസന്ത പറയാനുള്ളത് പറയും. ഒരു കുറിപ്പിന്റെ മോനും എനിക്ക് പ്രശ്നമല്ല. നിർത്തറി. ഇനി നീ ഇവിടെ കിടന്ന് നാവിട്ട് അടിച്ചാലേ അടിച്ച് കരണം പൊളിക്കും ഞാൻ. അമ്മ ഇത് കണ്ടോ? മിണ്ടി പോകരുത്. ഇവിടെ ഒരു മുറിയുള്ളപ്പോ എന്റെ മോളും മരുമോനും കിടക്കേണ്ടത് വരാന്തയിലല്ല. അച്ഛൻ പറഞ്ഞതുപോലെ മുറി പൂട്ടിയെടുത്ത് പോയപ്പോ നോവാത്തവർക്കൊന്നും മുറി തുറക്കുമ്പോഴും നോവണ്ട. ഇങ്ങോട്ട് മാറ്. മോളെ, ജഗനെ കൊണ്ട് അകത്തു പോ.